യാദൃശ്ചികമായിട്ട് നമുക്കൊന്ന് ലിഫ്റ്റ് കിട്ടി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിടിച്ചിട്ടുണ്ടെങ്കിൽ വീഴും. മലയാളന്റെ പിക്ക്. അങ്ങനെ നമ്മൾ ഒരു ജീപ്പ് കിട്ടി. ആ ജീപ്പിൽ നിന്നും നമ്മൾ താഴെ കിട്ടുകയാണ്. കാട്ടിന്റെ മുകളിലെ വഴിക്ക് പോയി ഒരു ജീപ്പിന്റെ സഹായത്തോടെ താണോ വല്ലതും പറയണ്ടോ? നമ്മൾ കാട്ടിൽ പെട്ടുപോയി ഗൈസ്. രാവിലെ പെട്ടി വണ്ടി കൊണ്ടുപോയി ബാലാജി കാട്ടിലൂടെ കൂടെ. മലവെള്ളാണ്. എപ്പോ വേണമെങ്കിലും കൂടാൻ കുറയും. ശക്തമായ ഒഴുക്കുണ്ട്. സൂക്ഷിച്ച് വരിക. നമ്മളിപ്പോ കടപ്പാറ വെള്ളച്ചാട്ടം കാണാനുള്ള യാത്രയിലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ലൈഫ് അൺബോക്സ് ടീം പോകുന്നത് നമ്മുടെ മംഗൾ ഡാമിനടുത്തുള്ള കടപ്പാറ വെള്ളച്ചാട്ടം കാണാനും അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ നിങ്ങളെ കാണിക്കാനും കൂടെയാണ്. അപ്പോൾ അതിൻ്റെ യാത്രകളും വിശേഷങ്ങളും ഇന്ന് നമ്മൾ കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ വീഡിയോയിൽ വരുന്നതാണ്. ചെറിയ വഴികളാണല്ലേ ശരിക്കും? അതെ. ഈ വഴി നമ്മളിപ്പോ വടക്കഞ്ചേരിയിൽ നിന്ന് കണിമംഗലം ചിറ്റടി വഴിയാണ് കയറുന്നത്. വേറെ വഴി കൂടി മുടപ്പല്ലൂർ എത്തി അവിടെ നിന്ന് റൈറ്റിലോട്ട് കയറിയിട്ടുള്ള വഴിയുണ്ട്. നേരെ മംഗൾ ഡാം ചെന്നെത്തും. മംഗൾ ഡാമിൽ ലെഫ്റ്റിലോട്ട് പോകും. അങ്ങനെയാണ് കടപ്പാറ. എവിടെയും കണ്ടില്ലേ മറ്റേ പഴയ കാലത്തെ ഒരു വീടുകളും അല്ലേ? അതെ. നിങ്ങൾ നേരെ കാണുന്ന ചർച്ചാണ് സെന്റ് മേരീസ് ചർച്ച് ചിറ്റടി. ഇവിടെ നിന്ന് നമ്മൾ റൈറ്റിലോട്ട് കയറും. ഈ റോഡിൽ നിന്ന് റൈറ്റിലോട്ട് കയറി നേരെ മംഗൾ ഡാം ചെല്ലും. ഇവിടെ ഒരു പെട്രോൾ പമ്പ് കൂടിയില്ലേ ചിറ്റടി ഭാഗത്ത്. പെട്രോൾ പമ്പിലേക്ക് കയറാണ് എണ്ണ അടിക്കാൻ. ബാലജിയുടെ കാറിൽ എണ്ണ കഴിഞ്ഞു. ഇനി അങ്ങോട്ട് പോലുള്ള യാത്രയ്ക്ക് പെട്രോൾ നിർബന്ധമായതുകൊണ്ട് പെട്രോൾ അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. കടപ്പാറയെ കുറിച്ച് എന്താ പറയാനുള്ളത്? കടപ്പാറ ഏറ്റവും മനോഹരമായ സ്ഥലമാണ്. ഞാനിത് ആദ്യമായിട്ടാണ് ഈ ഏരിയയിലേക്ക് വരുന്നതും. അത് വളരെ സന്തോഷം നൽകുന്നുണ്ട്. ഇപ്പൊ തന്നെ വളരെ കുറച്ച് സമയത്ത് യാത്ര ചെയ്തപ്പോൾ തന്നെ നമുക്ക് അതിനുള്ള ഒരു ഇത് കിട്ടി. 5 കിലോമീറ്റർ ഉണ്ടാവുന്നു കരുതുന്നു. കൃത്യം കിലോമീറ്റർ എനിക്ക് അറിയില്ല. ഏകദേശം ഒരു 5 കിലോമീറ്ററോളം മംഗൾ ഡാമിലേക്കുണ്ട്. മംഗൾ ഡാമിൽ കൃത്യം 10 കിലോമീറ്റർ കടപ്പാറയിലേക്കുണ്ട്. ഇനി നമ്മൾ നേരെ പോയി എത്തുന്നത് മംഗൾ ഡാം എന്ന മനോഹരമായ ഡാം ഏരിയ ഉള്ള സ്ഥലമാണ്. ഭയങ്കര എന്താ പറയാ ഒരു കൃഷി സ്ഥലമാണല്ലോ. കൂടുതലും കൃഷിയാണല്ലോ അവിടെ ഉള്ളത്. അതെ. റബ്ബറും നെല്ല് കാര്യങ്ങളൊക്കെ അല്ലെ. രണ്ട് സൈഡ് ഒരു കാടിന്റെ ഒരു പ്രതീതിയില്ലേ? ഇപ്പൊ തന്നെ നമ്മൾക്ക് കുറച്ച് തണുപ്പ് പോലുള്ള ഒരു ഫീൽ വരാൻ തുടങ്ങി. കാട്ടിന്റെ ഇതില് ഒരു പോകുന്നത് കൊണ്ടാണ്. മലകളും ചുറ്റും തെങ്ങും തോപ്പും കൃഷിയിടങ്ങളും ഒരു കാർഷിക പാലക്കാടൻ ഗ്രാമീണ ഭംഗി നമുക്കിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോ കാണുന്ന ഈ വീടുണ്ടല്ലോ, ഈ വീട് കുഞ്ചാക്കോവിന്റെ ജമുന പാരി എന്ന് പറഞ്ഞൊരു സിനിമയില്ലേ, ആ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ള വീടാണ്. സിനിമയിലൊക്കെ ഒരു സെറ്റില് പഴയകാല സെറ്റിൽ വന്ന് കയറിയ പോലെ ഫീൽ ഉണ്ട്. വഴികളും നമ്മൾ മംഗൾ ഡാം എത്തിയിരിക്കുകയാണ്. ഇനി കുറച്ചുകൂടി മുന്നോട്ട് ചെല്ലുമ്പോൾ നമുക്ക് ഡാമിന്റെ അതായത് യഥാർത്ഥ മംഗൾ ഡാം അതിലേക്കുള്ള കവാടൊക്കെ കാണാൻ സാധിക്കും. തൊട്ട് മുന്നായിട്ട് അടുത്തോട്ടൊരു വഴിയുണ്ട്. അതിലേക്ക് കയറി പോകണം കടപ്പാറയ്ക്ക്. പൊൻകണ്ണം കഴിഞ്ഞ് എന്നിട്ടാണ് കടപ്പാറ. ഇതാണോ പ്രോപ്പർ ആയിട്ടുള്ള മംഗൾ ഡാം സ്കൂൾ അല്ലേ? ഹോസ്പിറ്റൽ അല്ലേ? ഇതാണ് സ്കൂള്. യൂത്ത് മാതാ സെക്കൻഡറി സ്കൂൾ മംഗൾ ഡാം. മംഗൾ ഡാമിലേക്കുള്ള യഥാർത്ഥത്തിലുള്ള പെട്രോൾ പമ്പ് ഉണ്ട്. ഇതാണോ? ഏതാണ്? നമ്മളിനി എവിടെ നിന്ന് തിരിയേണ്ടത്? ബസ് സ്റ്റാൻഡ് എത്തിയില്ലേ? അപ്പൊ ഇവിടുന്ന് ബസ്സിൽ വരുന്നവർക്ക് ഇവിടെ നേരെ വടക്കഞ്ചേരി പോവാ അല്ലെ? ഇപ്പൊ പാലക്കാട് നിന്ന് വരുന്നവർക്ക് കടപ്പാറയ്ക്ക് ഡയറക്റ്റ് ബസ് ഉണ്ട്. വടക്കഞ്ചേരി നിന്ന് കടപ്പാറയ്ക്ക് ഡയറക്റ്റ് ബസ് ഉണ്ട്. പക്ഷെ സമയം നമുക്കറിയില്ല. നമുക്ക് അവിടെ എത്തിയിട്ട് കടപ്പാറയ്ക്ക് അവിടുത്തെ ആളുകളോട് ചോദിച്ചു നോക്കാം. അവർ പറഞ്ഞു അല്ലെ വടക്കഞ്ചേരി പാലക്കാട് നിന്ന് വരുന്നവർക്ക് നേരെ കാണുന്നതാണ് മംഗൾ ഡാം. ആ കാണുന്ന മംഗൾ ഡാമിന്റെ കവാടാണ്. നമുക്ക് പോകുന്നത് ഇടത്തോട്ടുള്ള റോഡിലൂടെയാണ്. നമ്മൾ ഇവിടെ ഇടത്തോട്ട് തിരിയണം. നേരെ കാണുന്ന മംഗൾ ഡാം. ഡാം കാണാൻ അതിന്റെ ഉള്ളിലേക്ക് നമ്മള് ഈ റോഡിലൂടെ ഇടത്തോട്ടുള്ള ഈ റോഡിലൂടെ കയറി നേരെ പോകും.
ഈ റൂട്ട് ഏതാണ്? മംഗളഡാം തിരിയണ ഈ റൂട്ട് ഏതാണ് ശരി? ഇതാണ് കടപ്പാറ റൂട്ട്, പൊൻകണ്ടം കടപ്പാറ റൂട്ട് തന്നെ ഇതാണ്. ഇവിടെ അതിമനോഹരമായ ഒരു പള്ളിയുണ്ട്. ഇത് ഏതാ പള്ളി? ഇത് മംഗളഡാം പള്ളികളായിരിക്കും അല്ലേ? ശരി, പേര് അറിയില്ല. തന്നെ വേറെ പള്ളിയുണ്ട്. ഇതൊരു സ്കൂളാണ്, സെന്റ് സേവിയേഴ്സ് ഈ പള്ളിയുടെ സ്കൂൾ തന്നെയാണ് സെന്റ് സേവിയേഴ്സ് സെൻട്രൽ സ്കൂൾ. നൈസ് ആയിട്ട് അല്ലേ? നല്ലൊരു വൈബ് ഉണ്ട് ഇവിടെ. ഇറക്കിറങ്ങി പോകാനാണ് കടപ്പാറ അല്ലേ? ഇവിടെ നിന്ന് ഇനി 10 കിലോമീറ്റർ മേലെയുണ്ട്. 10 കിലോമീറ്റർ ഉണ്ട്. 10 കിലോമീറ്റർ മേലെ. അപ്പൊ നമ്മള് ശരിക്കും കാട്ടിന് നടുക്കൂടെ പോണേ അല്ലേ? കുരിശുപള്ളി കണ്ടില്ലേ? അതെ, അടിപൊളിയായിട്ട് അല്ലേ? അടിപൊളിയായിട്ടുണ്ട്. വീട് കണ്ടിട്ടുണ്ട്. ഓ, അത് വീട് നോക്കുക, ഭയങ്കര ആ ഒരു ലെയർ ആയിട്ട് പൈനാപ്പിൾ ചെടി വെച്ച് പിടിപ്പിച്ചേക്കാണ്. ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന മൊത്തം പൈനാപ്പിൾ കൃഷിയാണ്. ഇടയിൽ റബ്ബറിന്റെ മരങ്ങളും വെച്ച് പിടിപ്പിച്ചു. ഇവിടെ ഈ പൈനാപ്പിളും പിന്നെ വേറെ എന്താ കൃഷിയുണ്ട്? പൈനാപ്പിൾ, റബ്ബർ, കുരുമുളക്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ്. ഈ കാണുന്ന മാവിന്റെ തൈകൾ വെച്ച് പിടിപ്പിച്ചേക്കാണ്. ശരിക്കും മലയോര ഗ്രാമമാണ്. അതെ അതെ. നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ പൊൻകണ്ടം എത്തി. പൊൻകണ്ടം ഇനി അടുത്തത് പൊൻകണ്ടം പള്ളിയിലാണ്. അതിനുശേഷമാണ് നമ്മൾ കാണാൻ പോകുന്ന മനോഹരമായ വെള്ളച്ചാട്ടവും അതിൽ മലമുകളിൽ നിന്നും വരുന്ന വെള്ളത്തിന്റെ ഇതെല്ലാം വരുന്നത്. ഈ കാണുന്നത് ഇതാണ് പൊൻകണ്ടം പള്ളി. എത്രയോ ഒരുപാട് സ്റ്റെപ്പ് കയറി ചെല്ലണം പള്ളിയിലേക്ക്. ആ മാർക്കാനിന്റെ സിനിമയിൽ കൃത്യമായിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട് ഈ പടം. സോറി, ഈ പള്ളി അല്ലേ? അത് ഭയങ്കര സ്റ്റെപ്പ് ഉണ്ടല്ലോ. അതെ അതെ. എത്ര സ്റ്റെപ്പ് ഉണ്ട് ഇതില്? അതറിയില്ല. എണീറ്റ് പോയിട്ട് ഗ്രാമമാണെങ്കിൽ ഒരുപാട് വീടുകളുണ്ട്, ഒരുപാട് താമസക്കാരുണ്ട്. കുട്ടി പാല് വാങ്ങിക്കാൻ പോയിട്ട് വരുന്നു. നമ്മുടെ പൊൻകണ്ടത്തിൽ നിന്ന് വടക്കഞ്ചേരിയിലേക്ക് പോകുന്ന ഒരു ബസ്സിന്റെ യാത്രാ മധ്യയിലാണ്. റോഡ് വളരെ ചെറുതായതുകൊണ്ട് നമുക്ക് അത് എടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം റിവേഴ്സ് വന്നിട്ട് വേണം നമുക്ക് വണ്ടി എടുക്കാൻ. ഇതിൽ കൂടെ ഹൈ റേഞ്ചിൽ കൂടെ പോണ വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ ജീപ്പുകൾ മാത്രം പോകുന്ന അല്ലെങ്കിൽ അതിന് ചെറിയ കട്ട് റൂട്ടിൽ നമ്മൾ പണ്ടത്തെ ജീപ്പുകളാണ് ഏറ്റവും കൂടുതൽ പോവാനും അത് യാത്ര ചെയ്യാനും സൗകര്യം. കാരണം എവിടെ വേണമെങ്കിൽ ഒതുക്കി നിർത്താം, ഏതിലൂടെയും പോവാം. ഇവിടെ കാണുന്നുണ്ടോ ഒരു കുന്നിൻ ചരിവാണ്. അതിൽ ഇങ്ങനെ റബ്ബർ മരങ്ങൾ, ഒരു പൈൻ മരങ്ങൾ നിൽക്കുന്ന പോലെ ഒരു ഫീലാണ് അല്ലേ? 17-18 അക്കാദമിക് ഇയറിൽ കടപ്പാറയിലുള്ള ഗവൺമെന്റ് LP സ്കൂളിൽ ഡെയിലി വേജിന് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ആ സ്കൂളെത്തും. കൃത്യം ഒരു വർഷം, ആ ജൂൺ മുതൽ മാർച്ച് വരെ. അതിനുശേഷം ഏപ്രിൽ മെയ്യിലോ വെക്കേഷനും ഞാനിവിടെ ഇതിന് വന്നിട്ടുണ്ട്, പല വർക്കിനും വന്നിട്ടുണ്ട്. കടപ്പാറയിൽ നമുക്ക് 2 കോളനി വാസികളെ കാണാം. ഒന്ന് മലയ കോളനി, പിന്നെ ഒന്ന് തളിയക്കല്ല് കോളനി. ഇപ്പൊ വണ്ടി ഓഫ് റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇത് 2 സൈഡും നല്ല കുഴികളും അതുപോലെ തന്നെ ഗ്യാപ്പുകളും ഉണ്ട്. അപ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ ഇതിന്റെ ഹൈറ്റ് ഉള്ളത് കൊണ്ട് കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ വണ്ടി മുകളിലേക്ക് പോവാൻ. ഇപ്പൊ ഈ വണ്ടി എന്താ പറയാ, പ്രത്യേക ഒരു ഇതിലൂടെ കടന്നു പോകണ്ട, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കണ്ടു തന്നെ അറിയാം, ഒരു വെള്ളച്ചാട്ടത്തിന്റെ കൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ടാവും. അത്രയും രസമുള്ള ഒരു കാഴ്ചയാണ് അത്. നമ്മൾ അവിടെ എത്താറാവുന്ന സമയത്ത് നമ്മൾ കാണുന്ന ആദ്യത്തെ വെള്ളച്ചാട്ടമാണ്. ഈ വെള്ളച്ചാട്ടത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ നിന്ന് വെള്ളം വീണ് റോഡിൽ നിന്ന് താഴേക്ക് ഒരു വലിയ ഇതിൽ വെള്ളം ഒഴുകി ചോല പോലെ ഒരു ഇതിലേക്ക് ഒഴുകി പോകുന്ന ഒരു ഇടമാണ്. ഇതാണ് ഫസ്റ്റ് തിങ്. അതെ, ഭയങ്കര വെള്ളച്ചാട്ടം കാണാൻ പറ്റും. പക്ഷെ ദയവ് ചെയ്ത് ആരും അത് കണ്ട് താഴേക്ക് ഇറങ്ങരുത്. അവിടെ അട്ടകള് അങ്ങനെ ഒരുപാട് അവിടെ ബോർഡും വെച്ചിട്ടുണ്ട്. അപ്പൊ സൂക്ഷിച്ചിട്ട് വേണം യാത്ര ചെയ്യാനും തിരിച്ചു വരാനും. അതുപോലെ നമ്മൾ കാറിലാണ് വന്നത്. വണ്ടി അങ്ങനെ അതുവരെ പോകാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് നമ്മൾ അവിടെ ഒരു സ്ഥലം കണ്ടപ്പോൾ അവിടെ നിർത്തിയിട്ട് ബാക്കി ഭാഗം നടക്കാന്ന് വിചാരിച്ചു. സ്ഥലം അങ്ങനെയുണ്ട്. കാണാൻ പോകുന്ന കടപ്പാറ വെള്ളച്ചാട്ടത്തിലെ വെള്ളമാണ് ഇപ്പൊ ഈ ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, വഴുക്കരുത്. അതുപോലെ മരങ്ങളുടെ ഇടയിലൊന്നും പോകരുത്. ചിലപ്പോൾ പാമ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. നല്ല തെളിഞ്ഞ വെള്ളമാണ്. അതായത് ശരിക്കൊരു വനപ്രദേശമാണ്. അവിടുത്തെ ഈ ഔഷധ സസ്യങ്ങൾ ഉൾപ്പെടെ ഇലയും മറ്റു കായും ഒക്കെ വീണിട്ടുള്ള ഔഷധ ഗുണമുള്ള വെള്ളം കൂടിയാണ്. ഇവിടെ ഫോറസ്റ്റിന്റെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വരുന്നവരും ഇതെല്ലാം പാലിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഈ പോകുന്ന വഴിക്കെല്ലാം ഇതുപോലുള്ള ചെറിയ ചെറിയ ചോലകളും വെള്ളച്ചാട്ടങ്ങളും നമുക്ക് കാണാൻ പറ്റും. കാരണം നമ്മൾ ടോപ്പിലേക്ക് പോകുമ്പോൾ അവിടെയാണ് വെള്ളച്ചാട്ടം, അതിൻ്റെ ഒറിജിനൽ വെള്ളച്ചാട്ടം ഉള്ളത്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന ചെറിയ ചെറിയ കൊച്ചു കൊച്ചു വെള്ളച്ചാട്ടങ്ങൾ നമ്മൾ പോകുന്ന വഴിക്കെല്ലാം കാണുന്നത് അല്ലേ? ശരിക്കും ഇതിന് മുമ്പ് പാലം ഉണ്ടായിരുന്നില്ല, എല്ലാം വെള്ളമായിരുന്നു.
അപ്പോൾ ഒരു യാത്രയ്ക്ക് വേണ്ടി പാലം കെട്ടുകയും പിന്നെ ഏറ്റവും ടോപ്പിൽ നിന്ന് വരുന്ന ഈ പറയുന്ന വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ നമ്മൾ പോകുന്നുണ്ടല്ലോ, അതിന് മുമ്പുള്ള വെള്ളവും അതിൻ്റെ ഒഴുക്കും ഓരോ സൈഡിൽ കൂടെ വന്നുകൊണ്ടേയിരിക്കും. അറിയുന്ന ആരെങ്കിലും കൂടി ഉണ്ടെങ്കിൽ വരാവും, അല്ലെങ്കിൽ അപകടം പിടിച്ച വഴിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ യഥാർത്ഥ ആലിങ്കൽ വെള്ളച്ചാട്ടം കാണാനായിട്ട് ഇത് പാസ് ചെയ്ത് പോകണം. അപ്പോൾ പാസ് ചെയ്യുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. ഇപ്പോൾ മഴ പെയ്തുകൊണ്ട് വെള്ളം കൂടുതൽ ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? ഇപ്പോൾ എൻ്റെ മുട്ട് വരയ്ക്കും വെള്ളമാണ്. ഞാൻ നല്ലൊരു ഹൈറ്റുള്ള ആളാണ്. എൻ്റെ മുട്ട് വരയ്ക്കും വെള്ളം കയറി. പക്ഷേ ഞങ്ങൾ പോകുമ്പോൾ ഉള്ള വെള്ളമെല്ലാം തിരിച്ചു വരുമ്പോൾ വീണ്ടും കൂടി. അപ്പോൾ അത് നമ്മൾ സൂക്ഷിച്ചിട്ട് വേണം. അങ്ങനെ ഈ കാണുന്നതാണ് കടപ്പാറ വെള്ളച്ചാട്ടം, അല്ലെങ്കിൽ ആലിങ്കൽ വെള്ളച്ചാട്ടം. I wish I could give you up, but you're my new favorite drug. Enter into my blood, run with my toxic